ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പേപ്പറിലേക്ക് ഇറക്കുമതി ചെയ്യാൻ പോകുന്നത് ഒരു കിടക്കാച്ചി മോഡലിനെയാണ്. നമ്മുടെ അണ്ണാൻ ബ്രോ ഒരു പെൻസിലെടുത്ത് പുള്ളി പേപ്പറിൽ ആദ്യം ഉറപ്പിക്കണം. പുള്ളി ഇടയ്ക്കിടെ പോസ് മാറ്റാൻ ശ്രമിക്കും. അതുകൊണ്ട് നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ കൊടുക്കണം. നമ്മളല്ലേ വരയ്ക്കുന്ന പോസെല്ലാം അടിമുടി അണ്ണാൻ തന്നെ മാറി പലപ്പോഴും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ഇതൊരു എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന വാട്ടർ പെയിന്റിംഗ് ആണ്. ഞാൻ അങ്ങനെ പറയും, അവസാനം ഞാൻ മാറ്റി പറയും. ഓക്കെ. പുള്ളി ഈ അണ്ണൻ പുള്ളി ഇപ്പോൾ ഡയറ്റിലായതുകൊണ്ട് കയ്യിൽ നട്സ് ഒന്നും കൊടുക്കണ്ട. ഈ സ്കെച്ചൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ആദ്യം കളറിങ് പോവാം. കളറിങ് എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ ബാക്ക്ഗ്രൗണ്ടാണ് കളർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ലൈറ്റായിട്ടൊരു കോട്ട് കൊടുക്കാം. എന്തിനാണ് ഈ ലൈറ്റായിട്ട് കോട്ട് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം. നമ്മൾ കളറിങ് ചെയ്യുമ്പോൾ എങ്ങനെ തെറ്റിയാലും മായ്ച്ചായാലും അല്ലാതൊന്നുമില്ല. ചില ആൾക്കാർ പറയും ചിത്രത്തിന് മൊത്തം സോഫ്റ്റ് ലുക്ക് കിട്ടാനാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നതിനാണ് തെറ്റിയാൽ മായ്ച്ചു കളയാം. ആദ്യം ഒരു പച്ച കളർ എടുത്ത് നമുക്ക് പുൽമേടിന് കളർ കൊടുക്കാം. വലിയ ബുദ്ധിമുട്ടല്ലാതെ ഇത് ചെയ്യാം. കുറച്ച് പച്ച എടുക്കുന്നു, കുറേ വെള്ളം വെച്ചിരുന്നു, ബ്രഷ് ഇട്ടങ്ങ് വരയ്ക്കുന്നു, തീർന്നു. ഇനി നമുക്ക് കുറച്ച് ആകാശം വരയ്ക്കാം. നീല കളർ എടുത്ത് നീല പെയിന്റ് മുക്കി നീല കളർ എടുത്ത് വെള്ളത്തിൽ മുക്കി നമ്മൾ ആകാശം പൂർത്തിയാക്കുന്നു. സിമ്പിൾ അല്ലേ? ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം. അണ്ണാനെ കളർ കൊടുക്കാം. റൗണ്ട് കളർ കൊടുത്ത് നമുക്ക് ആദ്യം ഒരു ഫസ്റ്റ് ലെയർ അടിച്ചു കൊടുക്കാം. അതെന്തിനാ? നേരത്തെ ഞാൻ പറഞ്ഞു, തെറ്റിയ മായ്ക്കാൻ നല്ല സോഫ്റ്റ് ഒക്കെ കിട്ടാൻ. ആദ്യം കൊടുത്ത ലൈറ്റ് കൊണ്ട് നമ്മളെ നന്നായി സഹായിക്കും. ആ ക്രമം കാണിക്കരുത്. എല്ലാ പെയിന്റും ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത ഷെയ്ഡ് കൊടുത്താൽ മതി. ഇനി ഒരു കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് ഉപയോഗിച്ച് നമുക്കതിൻ്റെ നിഴലും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു കുത്തി വരാം, അത്രയുള്ളൂ. അപ്പോൾ നമ്മുടെ ഏകദേശം വർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അണ്ണാൻ കണ്ണിന് കളർ. കണ്ണാണ് ഹൈലൈറ്റ്. കണ്ണ് കാര്യത്തിൽ നമ്മൾ അണ്ണാനൊരു കളർ ലക്ഷണം അണ്ണാന് മൊത്തത്തിലൊരു നല്ല ലക്ഷണം വരും. അപ്പോഴാണ് നമ്മൾ ആ കണ്ണിൻ്റെ പവർ നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ നമ്മൾ മൊത്തത്തിൽ അണ്ണാനെയൊക്കെ വരച്ചിട്ടുണ്ട്. നല്ല ബാലാണ് ഹൈലൈറ്റ്. കൂടുതൽ വലുതാവാനോ ചെറുതാവാനോ ഒന്നും പാടില്ല. അപ്പോൾ ഇതെല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡ്രോയിങ് ആണ്. തോന്നിയിട്ടുണ്ടാവുന്നല്ലേ? ഇതൊക്കെ ഡ്രോയിങ്ങിൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണെന്ന് പറയാം. ഇതിനെ ആരെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുമോ ആവോ? ഞാൻ ഇന്നോട് ചെറിയ ചെയ്തല്ലോ എന്ന ഭാവത്തിൽ എന്നെയാ നോക്കുന്നത്. എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അണ്ണാനൊരു ലക്ഷണം ഇല്ല. അണ്ണാൻ എങ്ങനെ ഒരു ലക്ഷണമുണ്ടോ? എനിക്കതാ തോന്നുന്നേ. എന്തായാലും നിങ്ങളും ഒന്ന് ഈ ഒരു ഡ്രോയിങ് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട ഒരു വാക്ക്, ഒരു കമൻറ്റ്, ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബും കൂടി അത്രയും ഞാൻ ആഗ്രഹിക്കുന്നല്ലോ. എന്തായാലും ഷോർട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ലോങ് വീഡിയോ വിളിച്ച് വന്നു കഴിഞ്ഞാൽ ഫുള്ള് കണ്ടിട്ടല്ലേ. അല്ല, ഇപ്പം അവസാനം കണ്ട് കാര്യമില്ലല്ലോ. ഫുള്ള് കാണണം ആദ്യം പറയേണ്ടതായിരുന്നു. സാരമില്ല, അവസാനം വെക്കുന്നവർക്ക് ഇത് കേൾക്കാം, അല്ലാത്തവർക്ക് ഇത് കേൾക്കാൻ പാടില്ല. എനിക്കും അപ്പം സബ്സ്ക്രൈബും കിട്ടാൻ പാടില്ല. അപ്പം ശരി, ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം. ശരി, ബൈ.